ഇന്നലെ നമ്മൾ വിശദീകരിച്ച തയവുമായി ബന്ധപ്പെട്ട മസ്അലയുടെ ബാക്കിയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. നമ്മളുടെ ആരാധനാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പഠിച്ച് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ നമ്മുടെ അമലുകൾക്ക് ഖബൂലിയത്ത് കിട്ടൂ. വിജ്ഞാനത്തിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ടാവാനുള്ള കാരണം വിജ്ഞാനമില്ലെങ്കിൽ അമല് സ്വീകരിക്കപ്പെടില്ല എന്നതാണ്. നമ്മളെ അള്ളാഹു പടച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൽമ് വേണം, അറിവ് വേണം. അതുകൊണ്ട് ഓരോ വിഷയങ്ങളും അല്പാൽപമായി പഠിച്ചെടുക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ ചരിത്രം ഇങ്ങനെ നീട്ടി വലിച്ച് കഥയാക്കി ഉള്ളതും ഇല്ലാത്തതൊക്കെ അങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിങ്ങനെ കേട്ടിരിക്കാൻ വലിയ രസമാണ്. അങ്ങനെ ഒരു കേവലം ഒരു രസത്തിന് വേണ്ടിയുള്ള ഒരു മജ്ലിസാക്കി നമ്മുടെ മജ്ലിസ് മാറ്റരുത് കേട്ടോ. അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടണം. അതിനാവശ്യമായ അറിവുകൾ നമ്മൾ സ്വായത്തമാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കാരണം ومن يكن بغير علم يعمل أعماله مردودة لا تقبل. ഒരാൾ അറിവില്ലാതെയാണ് അമൽ ചെയ്യുന്നതെങ്കിൽ ഏതൊരു അമലും അതിന് അനിവാര്യമായ അറിവുകൾ നേടിയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ അറിവില്ലാതെയാണ് അമൽ ചെയ്യുന്നതെങ്കിലോ അഅ്മാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു, അവന്റെ അമലുകൾ തള്ളപ്പെടുന്നതാണ്. ആ അമലുകൾക്ക് സ്വീകാര്യതയുണ്ടാവില്ല. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലൊക്കെ അനിവാര്യമാവുന്ന വിഷയങ്ങളെക്കുറിച്ച് പരമാവധി പഠിച്ചെടുക്കാൻ നമുക്ക് ഈ മജ്ലിസൊക്കെ ഒരു കാരണമാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക് മനുഷ്യന്മാരെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ തയമ്മുമിന്റെ ചില മസ്അലകളും എന്താണ് തയമ്മും എന്നൊക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ നിസ്കാരം സഹീഹാകണമെങ്കിൽ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവണം. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളുവെടുക്കണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. എന്നാൽ ഒരാൾക്ക് ചെറിയ ശുദ്ധിയുണ്ട്, അല്ലെങ്കിൽ വലിയ ശുദ്ധിയുണ്ട്. പക്ഷെ രോഗബാധിതനായി പറ്റ വിഷമിച്ച് കിടക്കുകയാണ്. അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ തീരെ വയ്യ, അല്ലെങ്കിൽ അയാൾക്ക് വെള്ളം കിട്ടാനില്ല. ഈ സമയത്ത് അള്ളാഹുവിന്റെ ശറഅ് നൽകുന്ന ഒരാനുകൂല്യമാണ് അയാൾക്ക് തയമ്മം ചെയ്യാം എന്നത്. തയമ്മം ചെയ്താൽ കുളിക്കു പകരമായി, തയമ്മം ചെയ്താൽ ഉളൂഇന് പകരമായി. എങ്ങനെയാ തയമ്മം ചെയ്യേണ്ടത്? നല്ല ഒരൽപ്പം പൊടിമണ്ണെടുക്കുക. ഒരൽപ്പം പൊടിമണ്ണ്. ഇത് വലിയൊരടങ്ങാറുള്ളൊരു സംഗതിയാന്ന് വിചാരിച്ചിരിക്കണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആകെ ശരീരത്തിൽ മണ്ണ് പുരട്ടും വേണ്ട. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, നജസില്ലാത്ത ഒരൽപ്പം തഹൂറായ പൊടിമണ്ണെടുക്കുക. ആ പൊടിമണ്ണ് ഒരു കടലാസിലോ മറ്റോ അവിടെ പരത്തി അവിടെ ഇടുക. കുറേ മണ്ണൊന്നും വേണ്ട, ഒരിത്തിരി മണ്ണ് മതി, ഒരൽപ്പം മണ്ണ് മതി. അതവിടെ കടലാസിൽ അവിടെ പരത്തിയിടുക. അതിനുശേഷം കിബിലയിലേക്ക് മുന്നിട്ട് നിൽക്കുക. ഞാനതിൻ്റെ സുന്നത്തുകൾ ഉൾപ്പെടെ അതിൻ്റെ ആദാബുകളാണ് പറയുന്നത്. കിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. എന്നിട്ട് സൗകര്യപ്പെടുകയാണെങ്കിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യുക. ഈ മിസ്വാക്ക് ചെയ്യുക എന്നത് വലിയൊരു സുന്നത്താണ്. അത് ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാണ്. അത് മരണവേദന പോലും കുറഞ്ഞു കിട്ടാൻ കാരണമാകും. അത് കഫത്തിന്റെ തകരാറില്ലാതെയാകാൻ കാരണമാകും. അതുകൊണ്ട് ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അത് മഹാന്മാരായ അമ്പിയാക്കളുടെ ചര്യയാണ്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബ്രഷും പേസ്റ്റും കുറെ വെള്ളമൊക്കെ ആയിട്ട് അതിനായി ഒരുങ്ങിയിരിക്കണം, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. വെള്ളത്തിന്റെ ആവശ്യം തന്നെയല്ല. ഒരു കൊള്ളി കഷ്ണം കൊണ്ട് ഒന്ന് നമ്മുടെ പല്ലിൽ അങ്ങോട്ട് വരച്ചാൽ മിസ്വാക്കിന്റെ കൂലിയായി.
ഇല്ലേ നമ്മളെ സാധാരണ ബ്രഷ് കൊണ്ട് ഒന്ന് പല്ലിലങ്ങ് ഉരച്ചു, അതോടുകൂടെ മിസ്വാക്കിന്റെ കൂലി കിട്ടി. അപ്പൊ തയമം ചെയ്യാതിരുന്നതിന് ശേഷം ആ നിലയിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. പിന്നെയോ എന്നിട്ടാ മണ്ണെടുത്ത് വെച്ച് കിബിലക്ക് മുന്നിട്ടു നിന്ന് ബിസ്മി ചൊല്ലി നിൽക്ക അല്ലെ ഇരിക്ക, രണ്ടുമാവാം. എന്നിട്ട് മിസ്വാക്ക് ചെയ്തിട്ട് നിയ്യത്ത് ചെയ്യുക. എന്താ നിയ്യത്ത്? നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ തയമ്മുമിനെ വീട്ടുന്നു, അല്ലെ ഞാൻ തയമം ചെയ്യുന്നു, നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ തയമം ചെയ്യുന്നു. എന്നിട്ട് ഫള്ളിരിബത്തൻ ഒരടി ആ മണ്ണിലേക്ക് അടിക്കുക. അത് വലിയ അടിയൊന്നും ആവണ്ട, ഒന്ന് ചെറുങ്ങനെ ആ കൈ കൊണ്ട് ആ പൊടിയിലേക്ക് അടിക്കുക. എന്നിട്ട് കൈ ഉയർത്തുക. അപ്പോൾ ഈ കൈയിന്റെ വെള്ളയിൽ പള്ളയിൽ വിരലിലൊക്കെ പൊടിയായിട്ടുണ്ടാവും. ഒന്ന് ഈ നിലയിൽ തട്ടിയിട്ടോ അല്ലെങ്കിൽ ഊതിയിട്ടോ പൊടികളൊക്കെ എന്ത് ചെയ്യുക? വല്ലാതെ പൊടിയുടെ ആവശ്യമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു സംഗതിയായി കാണേണ്ടതില്ല, ഇത് വല്ലാത്തൊരു ഭാരമായി കാണേണ്ടതില്ല. ആ പൊടിമണ്ണിലേക്കൊന്ന് മെല്ലെ അടിച്ചു, കൈ ഉയർത്തി, ഒന്ന് കൈ പുറം ഭാഗം കൊണ്ട് ഇങ്ങനെ തട്ടി അല്ലെങ്കിൽ ഊതി. എന്നിട്ട് ആ നിയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ യംസഹുൽ വജ്ഹ, മുഖം മൊത്തം ഒന്ന് തടവുക. മുഖത്തിന്റെ പരിധിയിൽ നമ്മുടെ കൈ എത്തണം, മൂക്ക് അതിൽ പെടണം, താടിരോമം നീളമുണ്ടെങ്കിൽ ആ താടിയൊക്കെ ഇതിൽ പെടണം. ആ നിലയിൽ ഒരു തടവൽ, ഒരൊറ്റ തടവൽ മുഖം തടവുക. പിന്നെ പിന്നെ ഇതുപോലെ രണ്ടാമത്തെ അടി അടിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉളൂയിലാണെങ്കിലും തയമ്മുമിലാണെങ്കിലും നമ്മൾ ഈ ഫർളിൽ ഉപയോഗിച്ച മണ്ണ് ഈ ഇനി തയമം ചെയ്യാനുള്ള മണ്ണിലേക്കോ അല്ലെങ്കിൽ വെള്ളത്തിലേക്കോ തൊയ്യാൻ പാടില്ല. ശ്രദ്ധിക്കണം. അപ്പോൾ അത് മുസ്തഅമലാകും. ഇങ്ങനെ മണ്ണ് നമ്മൾ എടുത്തു, മണ്ണെടുത്തിട്ട് ഈ കൊട്ടലോടുകൂടി ഇത് മുസ്തഅമലായില്ല, ഇതിപ്പോ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ആ കയ്യിലുള്ള കുറച്ച് മണ്ണൊക്കെ പൊടിമണ്ണൊക്കെ അതിലേക്ക് വീണു, ബാക്കിയുള്ളത് കൊണ്ട് മുഖം തടവി. ഈ മുഖം തടവലോടുകൂടെ ഇത് മുസ്തഅമലായി, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതായി. ആ മണ്ണ് കൊണ്ട് പിന്നെ ശുദ്ധിയാക്കാൻ പറ്റില്ല. അപ്പോൾ ആ മണ്ണ് ഇതിലേക്ക് കൊഴിഞ്ഞു പോകാത്ത രൂപത്തിലാവണം. ഒന്ന് മാറി നിന്നിട്ട് തടവുക. അതിനുശേഷം രണ്ടാമതും ഒരടിയടിക്കുക. ഇതേ പ്രകാരം തന്നെ കൈയൊന്ന് ഇങ്ങനെ കൊട്ടുക. എന്നിട്ട് ശ്രദ്ധിക്കണേ, ഈ ഇടത് ഭാഗത്തെ വിരലുകളുണ്ടല്ലോ, ആ വിരല് നമ്മുടെ വലത് കൈയിന്റെ വിരലിന്റെ താഴ്ഭാഗത്ത് വെച്ച് ഇങ്ങനെ കൈ ഉള്ളോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇതിന്റെ പുറംഭാഗം ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് പുറംഭാഗം തടവി മുട്ടുവരെ കൊണ്ടുവന്ന് പിന്നെ ഇതിന്റെ ഉൾഭാഗവും തടവി അവസാനം ഈ ഇടത് കൈയിന്റെ തള്ളവിരൽ കൊണ്ട് വലത് കൈയിന്റെ തള്ളവിരലിന്റെ പുറംഭാഗവും തടവുക. ഖലാസ്. ഇതേ പ്രകാരം വലത് കൈ കൊണ്ട് ഇടത് കൈയും തടവുക. കഴിഞ്ഞു. എന്നിട്ട് വേണേ വിരലുകൾക്കിടയിൽ ഇതാ ഒന്ന് ഇങ്ങനെ തിക്കകറ്റുകയും ചെയ്യുക. ഇത്രയേ ഉള്ളൂ തയമം. ഇതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് ചെയ്താൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായിരിക്കും നമ്മളോട്. തുടക്കത്തിൽ വിസ്മി ചൊല്ലുന്നു, കിബിലയിലേക്ക് മുന്നിടുന്നു, മിസ്വാക്ക് ചെയ്യുന്നു. അതേപ്രകാരം രണ്ട് കൈയും കൂടെ ഒന്നിച്ചടിക്കുക. ആദ്യം ഒരു കൈയടിച്ചു, പിന്നൊരു കൈയടിച്ചു, മതിയാവില്ലേ? മതിയാവും, പക്ഷെ അതൊരു സുന്നത്താണ്. രണ്ട് കൈയും കൂടെ ഒന്നിച്ചടിക്കുക. പിന്നെ ഒന്നാമത്തെ അടിയിൽ തന്നെ മോതിരം ഊരി വെക്കുക. രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരിവെക്കൽ നിർബന്ധാണ്. എന്തുകൊണ്ട്? ആ മോതിരത്തിന്റെ ഭാഗത്ത് ഈ മണ്ണ് ചേരേണ്ടതുണ്ട്. ചേർന്നാലേ തയമം സഹിയാവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ അടിയിൽ ഈ മോതിരം ഊരിവെക്കൽ നിർബന്ധാണ്. ഒന്നാമത്തെ അടിയിൽ മോതിരം ഊരിവെക്കുക എന്നത് സുന്നത്താണ്. അതേ പ്രകാരം മുഖത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങുക. വുളൂഇൽ നമ്മൾ ചെയ്യാറുള്ളത് പോലെ വിരലുകൾക്കിടയിലൊക്കെ ഈ വിധത്തിലൊന്ന് തിക്കകറ്റി തടവുക. ശ്രദ്ധിക്കുക. അതേ പ്രകാരം കൈ മുട്ട് കുറച്ച് കയറ്റിയിട്ട് തടവുക. അതൊരു സുന്നത്താണ്. വുളൂഇലൊക്കെ അത് പ്രധാനപ്പെട്ട സുന്നത്താണല്ലോ. കഴുകുന്ന അവയവങ്ങളൊക്കെ കുറച്ച് കയറ്റി കഴുകൽ. അതേ പ്രകാരം തടവലും, ഈ വുളൂഇൽ തടവലും ഒരൽപ്പം കയറ്റി തടവൽ സുന്നത്താണ്. തയമ്മുമിലും അതൊക്കെ ശ്രദ്ധിക്കുക. അതേ പ്രകാരം ആവർത്തിക്കാതിരിക്കുക. ഇതൊറ്റ തവണ ചെയ്യാൻ പാടുള്ളൂ, രണ്ടാമത്തെ തവണ ചെയ്യേണ്ടതില്ല. പിന്നെ ഒരു വുളൂഇൽ തന്നെ 2 പ്രാവശ്യം തയമം ചെയ്യേണ്ട മസ്അല വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കും. പിന്നെയോ വുളൂഇന്റെ ശേഷമുള്ള ദുആയില്ലേ, ദിക്റില്ലേ, ആ ദുആവും ദിക്റൊക്കെ തയമം കഴിഞ്ഞാൽ സുന്നത്താണ്. തയമ്മുമിന് ശേഷവും സുന്നത്താണ്. റകഅത്താനി ബഅദഹു, തയമം കഴിഞ്ഞാൽ 2 റകഅത്ത് നിസ്കാരവും സുന്നത്താണ്.
നിങ്ങൾ ആലോചിക്ക്, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും വല്ല രോഗങ്ങളൊക്കെ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ ആ രോഗി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് എത്തുന്നവരെ നിസ്കാരമില്ല. പലപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു രോഗം ബാധിച്ചാൽ പിന്നെ അങ്ങനെ നിസ്കാരം അത് വലിയൊരു ആവശ്യമൊന്നും അല്ല എന്നുള്ളൊരു തോന്നല്. എന്നാൽ ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നവർ അവര് രോഗിക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുവോ? അവര് രോഗിയോട് പറയോ നിസ്കരിക്കണം? ശറയിൽ എന്തെല്ലാം വിട്ടുവീഴ്ചകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ നമ്മളൊന്ന് ഉൾക്കൊണ്ടാൽ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അള്ളാഹു അതൊക്കെ പരിഗണിക്കാനും ആ കാര്യത്തിലൊക്കെ നീതി പുലർത്താനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇതൊക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നവർക്കേറെ ഉപകാരപ്പെടുമെന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ വല്ലാതെ നീട്ടിപ്പറയുന്നില്ല. മസാലകൾ പലതും വിശദീകരിച്ച് പറയാനുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രം. എന്നാൽ ചില ഘട്ടത്തിൽ ഉളൂഇൽ തന്നെ 2 തയമും വേണ്ടിവരും. ചിലപ്പോൾ 3 തയമും ഉളൂഇൽ വേണ്ടിവരും. അത് വെള്ളം കിട്ടാതെ ചെയ്യുന്ന തയമുമല്ല. ഒരാളുടെ കൈക്ക് ഒരു അപകടം പിണഞ്ഞു. ശ്രദ്ധിക്ക്, കൈക്കൊരു അപകടം ഉണ്ടായി. അവിടെ വെള്ളം ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ കുറച്ച് സ്ഥലത്ത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, വെച്ച് കെട്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും അത് അയക്കരുത്, അയച്ചാ പ്രശ്നമാണ് എന്ന് ഡോക്ടർ പറയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് വേണം? ഇയാള് സാധാരണഗതിയിൽ ഉളു എടുക്കണം. ആകെ കയ്യിന്റെ ഒരു ഭാഗം മാത്രല്ലേ വെള്ളം ചേർക്കാൻ പറ്റാത്തതുള്ളൂ. അപ്പം അയാൾ ഉളു എടുക്കുന്ന മുൻകൈയൊക്കെ കഴുകി, മൂക്കിൽ വെള്ളം കുപ്പിളിച്ചു, വായിൽ വെള്ളം കയറ്റി ചീറ്റി, പിന്നെ മുഖം നല്ലോണം കഴുകി, വലത് കൈ കഴുകി, കഴിയുന്നത് പോലെ. പിന്നെ ഇടത് കൈയിൻ്റെ ഇനി കഴുകേണ്ടത് ഇടത് കൈയാണ്. ആ സ്ഥാനത്താണ് അയാൾ തയമം ചെയ്യേണ്ടത്. അത് ആ സ്ഥലത്ത് മാത്രം ഇങ്ങനെ മണ്ണോണ്ട് തടവലല്ല. പിന്നെയോ സാധാരണ തയമം എന്ന് പറഞ്ഞാൽ എവിടെയും ഈ മുഖവും 2 കൈയും തടവലാണ്. കാലിനാണ് രോഗം എന്ന് വിചാരിക്കുക. കാലിന് മുറിവ് പറ്റിയിട്ടാകെ വെച്ച് കെട്ടിയതാ. എന്നാൽ ഈ കാലിന് വേണ്ടി തയമം ചെയ്യേണ്ടത് കാലിലാണോ? അല്ല, മുഖത്തും 2 കൈയിലും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ ചെയ്യുക. അപ്പോൾ ഈ കൈക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് ഈ സമയത്താണ് തയമം ചെയ്യേണ്ടത്. അതാദ്യം തയമം ചെയ്തിട്ട് ബാക്കി പിന്നെ കഴുകലാണ് നല്ലത്. ആദ്യം തയമം ചെയ്യുക പറഞ്ഞാൽ നമ്മൾ മുഖം കഴുകി കഴിഞ്ഞല്ലോ, മുഖം കഴുകി വലത് കൈയും കഴുകി, ഇനി ഇടത് കൈയാണ് കഴുകേണ്ടത്. ആ സ്ഥാനത്ത് തയമം ചെയ്യുക, അതിനു വേണ്ടി തയമം ചെയ്യുക. എന്നിട്ട് തയമം കഴിഞ്ഞതിന് ശേഷം ഈ വെച്ച് കെട്ടിയ ഭാഗമല്ലാത്ത കുഴപ്പമൊന്നുമില്ലാത്ത സ്വഹീഹായ ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ കഴുകണം. പിന്നെ തല തടവണം, പിന്നെ കാല് കഴുകണം. ഇനി കയ്യിലും മുറിയുണ്ട് കാലിലും മുറിയുണ്ട് എന്ന് വിചാരിക്കും. ഒരു കാലിന്റെ വിരല് ഇങ്ങനെ കുത്തിപ്പൊഴുത്തിട്ടാകെ കെട്ടിയിട്ടുണ്ട്, അത് അഴിക്കാൻ കഴിയൂല, അത്രയും വേദനയാണ്, അഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനു വേണ്ടി തയമം ചെയ്യണ്ടേ? തയമം ചെയ്യണം. കൈക്കും മുറിയുണ്ട് കാലിനും മുറിയുണ്ട്. ഇവിടെ അയാൾ 2 തയമം ചെയ്യണം. എങ്ങനെ? വലത് കൈ കഴുകി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇടത് കൈ കഴുകേണ്ട സ്ഥാനത്തൊരു തയമം ചെയ്തിട്ട് പിന്നെ ബാക്കി കഴുകി, പിന്നെ തല തടവി, പിന്നെ കാലാണ് അവസാനം. ആ കാൽ കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് അതിനു വേണ്ടി തയമം ഒന്നുകൂടി ചെയ്യാം. ഇതൊക്കെ വളരെ കൃത്യമായി മഹാന്മാരായ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരൊറ്റ അവയവത്തിലാണ് വെള്ളം ഉപയോഗിക്കൽ പ്രയാസമായതെങ്കിൽ ഫയജിബു തയമ്മുമുൻ, അപ്പോൾ ഒരു തയമ്മുമേ നിർബന്ധമുള്ളൂ. ഔ ഫി ഉളുവൈനി, അല്ലെങ്കിൽ 2 അവയവത്തിലായി, നമ്മൾ പറഞ്ഞതുപോലെ കൈക്കുമുണ്ട് ഒരു കാലിനുമുണ്ട്. എന്നാൽ ഫതയമ്മുമാനി, 2 തയമ്മും വേണം. ഔ ഫി സലാസത്തിൻ, 3 അവയവത്തിലാണ് പരിക്കുള്ളത്. 3 അവയവത്തിൽ വെള്ളം ചേർക്കാൻ വയ്യ. തലൊന്നായിട്ട് കെട്ടിയിട്ടുണ്ട്, തല തടവൽ നിർബന്ധമാണല്ലോ, തലൊന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. കൈക്കും തകരാറുണ്ട്, കാലിനും തകരാറുണ്ട്. മുഖത്തിന് കുഴപ്പമൊന്നുമില്ല, മുഖം കഴുകുക. അങ്ങനെയാണെങ്കിൽ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം കൈ കഴുകേണ്ട സ്ഥാനത്ത് കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ വെള്ളം ചേർക്കാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി തയമം ചെയ്യണം. പിന്നെ തല തടവലാണ്, ആ തല തടവലിന് വേണ്ടി തയമം ചെയ്യണം. പിന്നെ കാല് കഴുകലാണ്, കാൽ കഴുകാൻ പറ്റുന്ന ഭാഗങ്ങൾ കഴുകിയിട്ട് അതിനു വേണ്ടി തയമം ചെയ്യണം. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ മസ്അല മഹാന്മാരായ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സംഗതി ഒരു ബാധ്യതയാണ്. ഇതൊരു ഇളവാണെങ്കിൽ കൂടി ഇതൊരു പരീക്ഷണം കൂടിയാണ്, അതും നമ്മൾ ചിന്തിക്കണം. ഇതൊരു പരീക്ഷണം കൂടിയാണ്.
അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദത്തിന്റെ കാര്യത്തിൽ കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ചെയ്യുമോ എന്ന ഒരു പരീക്ഷണം കൂടിയാണ് ഈ ഒരു ഘട്ടം എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ നിയമങ്ങളും വിധിവിലക്കുകളൊക്കെയും നല്ല പോലെ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ തയമം ചെയ്ത് നിസ്കരിച്ചാലും നിസ്കാരം മടക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, ഒരു പരീക്ഷണാണ് ഇത്. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണാണ്. തയമൊക്കെ ചെയ്ത് റിസ്ക് എടുത്ത് നിസ്കരിച്ചു. ഉദാഹരണം പറയാ, കൈക്ക് വീണു, പൊട്ടേറ്റു, കമ്പിട്ടു, പ്ലാസ്റ്റർ ഇട്ടു. ഇവിടെ ഇയാൾ കഴുകാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ ഉളുവായിട്ട് കഴുകണം. എന്നിട്ട് ഈ പൊട്ടലേറ്റതിന് അത് കഴുകേണ്ട സ്ഥാനത്ത് തയമും ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, ഇവിടെ ഈ പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ട് ഇയാളുടെ ഉളു പൂർണ്ണമായില്ല, ഇല്ലല്ലോ, ഈ ഭാഗം കഴുകിയിട്ടില്ലല്ലോ. പിന്നെ ആ ഉളുവിന് പകരമാണ് എന്ത്? തയമും. ആ തയമും ഇവിടെ പൂർണ്ണമായോ? ഇല്ലല്ലോ. ബദല് ഉളുവിന്റെ തയമുമാണ് ബദല്. ആ തയമും ഇവിടെ പൂർണ്ണമാകുന്നില്ല. മുബദൽ മിൻഹുവായ ഉളു, ആ ഉളുവിന് പകരമാണ് തയമം, ഉളുവും പൂർണ്ണമാകുന്നില്ല. ഇത് രണ്ടും പൂർണ്ണമാകാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കണം. അങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ മടക്കി നിസ്കാരം ഉണ്ടല്ലോ. ഒരാൾക്ക് ഉളു എടുക്കാൻ എവിടെയും വെള്ളം കിട്ടിയില്ല, ഉളു എടുക്കാൻ വെള്ളേ കിട്ടിയില്ല, തയമം ചെയ്യാൻ മണ്ണും കിട്ടിയില്ല, അല്ലെങ്കിൽ കിബില എങ്ങോട്ടാന്ന് കൃത്യം ഒന്നും മനസ്സിലായില്ല, അല്ലെ ഔറത്ത് മറക്കാൻ അയാൾക്ക് വസ്ത്രം തന്നെ കിട്ടിയില്ല. എന്നാ എന്ത് ചെയ്യണം? ആ സമയത്തിന്റെ ഹുർമത്തിനെ മാനിച്ച് നിസ്കരിക്കണം. പിന്നീട് ഖളാ വിട്ടുകയും ചെയ്യണം. അങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ സമയത്തിന്റെ ഹുർമത്തിനെ പരിഗണിച്ച് നിസ്കരിക്കണമല്ലോ, പിന്നീട് മടക്കേണ്ടതുണ്ട്. അതുപോലെ ഈ തയമം ചെയ്താൽ ആ ഹുർമത്തിനെ പരിഗണിച്ച് അവിടെ നിന്ന് അങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ട് ഇവിടെ ഉളൂവും പൂർണ്ണമായില്ല, തയമും പൂർണ്ണമായില്ല, അതുകൊണ്ട് മടക്കി നിസ്കരിക്കണമെന്നാണ് മസ്അല. ഇനി കാലിലാണ് പരിക്ക് പറ്റിയത്. അത് കെട്ടുമ്പോ ഇയാൾക്ക് ഉളൂ ഉണ്ടായിരുന്നു. ഒരു പുരുഷനാണ് തകരാറ് പറ്റിയത്. അങ്ങനെ ഒരു പുരുഷനാണ് കാല് കെട്ടുന്നത്. കെട്ടുന്ന സമയത്ത് അയാൾക്ക് തയമം, അയാൾക്ക് ഉളൂ ഉണ്ടായിരുന്നു. ഉളൂയോടുകൂടെയാണ് കെട്ടിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള നിസ്കാരങ്ങളൊക്കെ ഇയാൾ എന്ത് ചെയ്യും? ഉളൂ ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെ ചെയ്യും. പക്ഷെ കാലിന്റെ അവിടെ കഴിയാൻ പറ്റൂല. അതിനുവേണ്ടി തയമം ചെയ്യും. തയമം എന്ന് പറഞ്ഞാൽ മുഖവും കയ്യും തടവലാണ്. ഈ തയമം ഇവിടെ പൂർണ്ണമാകുന്നത് കൊണ്ട് ആ നിസ്കാരം പിന്നെ അയാൾ മടക്കേണ്ടതില്ല. ഏതായാലും ചുരുക്കത്തിൽ മൊത്തത്തിൽ തയമ്മും എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ അല്ലാഹു ഇബാദത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഒരു പരീക്ഷണം നമുക്ക് തരുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമായി കണ്ട് ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.